ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത്. 1 കിലോ ചൂരയാണിത്. നമ്മളിത് നന്നായിട്ട് വെട്ടി, തൊലി കളഞ്ഞ് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറിയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. കുടംപുളിയാണ് നമ്മൾ ചേർക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ചീനച്ചട്ടി വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയുടെ പച്ചമണം മാറാനാണ് കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. വെള്ളം ചേർക്കുന്നത് ഈ പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത്. അതിനുശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുടംപുളി ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട്
തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വറ്റാറായിട്ടുണ്ട്. കറി നന്നായിട്ട് വറ്റിക്കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കുടംപുളി ഇട്ട മീൻകറിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.